സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മനസ്സിന് ഒരേ സമയം സന്തോഷവും പ്രണയവും തരുന്ന, നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന കൊറിയൻ ഡ്രാമകൾ ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ടാകും അല്ലേ? നമ്മൾ എല്ലാവരും കൊറിയൻ ഡ്രാമകളിലേക്ക് ആകർഷിക്കപ്പെടാൻ പ്രധാന കാരണം അതിലെ മനോഹരമായ പ്രണയകഥകൾ തന്നെയാണ്. കണ്ടു തുടങ്ങിയാൽ പിന്നെ ഉറക്കം വിളച്ചിരുന്ന ഒരൊറ്റയിരപ്പിനെ കണ്ടു തീർക്കാൻ തോന്നുന്ന അത്രയും അഡിക്റ്റീവായ കുറച്ച് ടോപ്പ് റൊമാൻറ്റിക് ഡ്രാമകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. കൊറിയൻ ഡ്രാമകളുടെ ലോകത്തേക്ക് ആദ്യമായി കടന്നു പോകുന്നവർക്കും, അല്ലെങ്കിൽ ഓൾറെഡി ഒരുപാട് ഡ്രാമകൾ കണ്ട് അടുത്ത നല്ലൊരെണ്ണം തിരയുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കിടിലൻ റൊമാൻറ്റിക് ഡ്രാമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന ഒരു ബെസ്റ്റ് റൊമാൻറ്റിക് കൊറിയൻ ഡ്രാമയാണ് ക്രേസി ലവ്. കഥയിലെ നായകൻ നോഗോജിൻ ഒരു പ്രശസ്ത മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സിഇഒ. അത്യന്തം ബുദ്ധിമാനും ജീവിതത്തിൽ വിജയിയുമാണ്. പക്ഷേ അതിനൊപ്പം തന്നെ അഹങ്കാരിയും ദേഷ്യക്കാരനും ജീവനക്കാരെ ഒരിക്കലും മാനിക്കാത്ത വ്യക്തിയുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വെറുക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. മറുവശത്ത് നായിക ലീഷിന വളരെ ശാന്തയും ആത്മാർത്ഥയുമായ ഒരു സെക്രട്ടറി. ഒരു വർഷത്തിലേറെയായി ഗോജിന്റെ കൂടെ ജോലി ചെയ്യുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവം കാരണം ആരും ആ ജോലി അധിക നാൾ തുടരാറില്ല. ഒരു ദിവസം ഷിനായ്ക്ക് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വാർത്ത ലഭിക്കുന്നു. എന്താണെന്നോ, തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടെന്നും ഇനി അധികകാലം ജീവിക്കാൻ സാധ്യതയില്ലെന്നുമാണ് അവൾ വിശ്വസിക്കുന്നത്. ഇതോടെ ജീവിതത്തെക്കുറിച്ചുള്ള അവളുടെ കാഴ്ചപ്പാട് പൂർണ്ണമായും മാറുന്നു. അതേ സമയത്ത് ഗോജിന് ഒരു അപകടം സംഭവിക്കുകയും ഓർമ്മ നഷ്ടപ്പെട്ടതായി നടിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യം മുതലെടുത്ത് ഷിന എല്ലാവരുടെയും മുന്നിൽ താൻ ഗോജിന്റെ നിശ്ചയിച്ച വധുവാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം കഥ മുഴുവൻ ചിരിപ്പിക്കുന്ന തെറ്റിദ്ധാരണകളും അപ്രതീക്ഷിത ട്വിസ്റ്റുകളും കൊലപാതക ശ്രമങ്ങളുടെ രഹസ്യങ്ങളും ഓഫീസിലെ അധികാര പോരാട്ടങ്ങളും നിറഞ്ഞ സംഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. പ്രണയവും പ്രതികാരവും കോമഡിയും സസ്പെൻസും ഒരുമിച്ചുള്ള ഒരു കൊറിയൻ ഡ്രാമയാണ് ക്രേസി ലവ്. മറ്റൊരു കിടിലൻ റൊമാൻറ്റിക് കൊറിയൻ ഡ്രാമയാണ് ക്രാഷ് ലാൻഡിംഗ് ഓൺ യു. സമ്പന്നയായ ദക്ഷിണ കൊറിയൻ ബിസിനസ് വനിതയായ യൂൻ സെറി ഒരു പാരാഗ്ലൈഡിംഗ് അപകടത്തിൽപ്പെട്ട് അബദ്ധത്തിൽ ഉത്തര കൊറിയയിൽ എത്തിച്ചേരുന്നു. അവിടെ അവളെ കണ്ടെത്തുന്നത് സത്യസന്ധനും ധീരനുമായ ഉത്തര കൊറിയൻ സൈനിക ഓഫീസർ റീ ജോങ് ഹ്യോക് ആണ്. സ്വന്തം രാജ്യത്തിന്റെ നിയമങ്ങളും അപകടങ്ങളും മറികടന്ന് സെറിയെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. ഈ യാത്രക്കിടെ വ്യത്യസ്ത രാജ്യങ്ങളുടെയും രാഷ്ട്രീയ അതിർത്തികളുടെയും ഇടയിൽ വിരിയുന്ന അവരുടെ പ്രണയം കഥയുടെ ഹൃദയമായി മാറുന്നു. അതോടൊപ്പം സൗഹൃദം, കുടുംബ ബന്ധങ്ങൾ, ത്യാഗം, രഹസ്യങ്ങൾ, സംഘർഷങ്ങൾ എന്നിവയും കഥയെ കൂടുതൽ ആഴമുള്ളതാക്കി മാറ്റുന്നു. റീ ജോങ് ഹ്യോക്കും സെറിയും ഒരുമിച്ച് നിരവധി പ്രതിസന്ധികൾ നേരിടുമ്പോൾ പ്രേക്ഷകർക്ക് ചിരിയും കണ്ണീരും ഒരുപോലെ സമ്മാനിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകുന്നു. അതിർത്തികൾക്ക് പോലും തടയാനാകാത്ത ഒരു പ്രണയത്തിന്റെ മനോഹരമായ അവതരണമാണ് ക്രാഷ് ലാൻഡിംഗ് ഓൺ യു. റൊമാൻസ്, കോമഡി, വികാരം, സസ്പെൻസ് എന്നിവ ചേർന്ന ഈ ഡ്രാമ ലോകമെമ്പാടുമുള്ള കൊറിയൻ ഡ്രാമ ആരാധകരുടെ ഹൃദയം കീഴടക്കിയ ഒരു മികച്ച സീരീസ് ആണ്. അടുത്തതായി റൊമാൻറ്റിക് കോമഡി ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒട്ടും ബോറടിപ്പിക്കാത്ത ഒരു കിടിലൻ സീരീസ് ആണ് ബിസിനസ് പ്രപ്പോസൽ. കഥയിലെ നായിക ഷിൻ ഹാരി ഒരു ഫുഡ് കമ്പനിയിലെ സാധാരണ റിസർച്ച് ജീവനക്കാരിയാണ്. അവളുടെ അടുത്ത കൂട്ടുകാരിയായ ജിൻ യാങ് സിയോ ഒരു വലിയ പണക്കാരന്റെ മകളാണ്. യാങ്സിയുടെ വീട്ടുകാർ അവളെ നിർബന്ധിച്ച് ഒരു ബ്ലൈൻഡ് ഡേറ്റിന് അയക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ ഒട്ടും താല്പര്യമില്ലാത്ത യാങ്സിയോ തന്നെ കാണാൻ വരുന്ന പയ്യനെ എങ്ങനെയെങ്കിലും വെറുപ്പിച്ചോടിക്കാൻ വേണ്ടി ഹാരിയെ കാശ് കൊടുത്ത് പകരം അയക്കുന്നു. ഹാരി കട്ട മേക്കപ്പും മോഡേൺ ഡ്രസ്സും ഒക്കെ ഇട്ട് വട്ടാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറി ആ പയ്യനെ ഓടിക്കാൻ നോക്കുകയാണ്. പക്ഷെ അവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. തന്നെ കാണാൻ വന്നിരിക്കുന്നത് സ്വന്തം കമ്പനിയിലെ പുതിയ സിഇഒ ആയ കാങ് ദെബോ ആണെന്ന് ഹാരി തിരിച്ചറിയുന്നു. പിന്നീട് അങ്ങോട്ട് ഇതോടെ ആരംഭിക്കുന്നത് രസകരമായ സംഭവങ്ങളാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ചിരിക്കാനും ആസ്വദിക്കാനും ഒരുപാട് റൊമാൻറ്റിക് നിമിഷങ്ങളുമുള്ള ഒരു ഫീൽ ഗുഡ് ഡ്രാമയാണിത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് കണ്ടിരിക്കാൻ ഒത്തിരി രസമുള്ള ഒരു കിടിലൻ റൊമാൻറ്റിക് കോമഡി കൊറിയൻ ഡ്രാമയാണ് ലവ് ടു ഹേറ്റ് യു. വെറും 10 എപ്പിസോഡുകൾ മാത്രമുള്ള ഒട്ടും ലാഗില്ലാത്ത ഒരു അടിപൊളി എനിമീസ് ടു ലവേഴ്സ് സ്റ്റോറിയാണിത്. ആണുങ്ങളെ ഒട്ടും വിശ്വാസമില്ലാത്ത, ആണുങ്ങളോട് തല്ലുകൂടാൻ നടക്കാൻ ഒരു മടിയുമില്ലാത്ത ലോയറായ ഒരു ബോസ് ലേഡിയും, പെണ്ണുങ്ങളെ കണ്ടാൽ അലർജിയുള്ള കൊറിയയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടോപ്പ് ആക്ടറും, ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടിയാൽ എങ്ങനെയിരിക്കും? ശത്രുതയിൽ തുടങ്ങി പ്രണയത്തിലേക്ക് എത്തുന്ന പഴയ ഫോർമുല തന്നെയാണ് ഈ സീരീസിൻ്റെതും. ഇവരുടെ പ്രണയയാത്രയിൽ നിരവധി രസകരമായ സംഭവങ്ങളും കോമഡി മുഹൂർത്തങ്ങളും ഹൃദയസ്പർശിയായ രംഗങ്ങളും നിറഞ്ഞിരിക്കുന്നു. പക്ഷെ അത് ഒട്ടും ബോറടിപ്പിക്കാതെയും നല്ല കെമിസ്ട്രിയും ചേർത്ത് എങ്ങനെ സ്ക്രീനിൽ എത്തിക്കാമെന്ന് ഈ സീരീസ് കാണിച്ചു തരുന്നുണ്ട്.
വളരെ കുറച്ച് എപ്പിസോഡുകൾ മാത്രമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടു തീർക്കാവുന്ന ഒരു കിടിലൻ റൊമാൻറ്റിക് കൊറിയൻ ഡ്രാമയാണിത്. മറ്റൊരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു അടിപൊളി കൊറിയൻ ഡ്രാമയാണ് ഗോബ്ലിൻ. മരണമില്ലാത്ത ഒരു ജീവിതം, അതൊരു വരമാണോ അതോ ശാപമാണോ? നൂറ്റാണ്ടുകളായി നെഞ്ചിൽ തറച്ചു നിൽക്കുന്ന ഒരു വാളും പേറി സ്വന്തം മരണം മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മളിൽ പലരും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന കൊറിയൻ ഡ്രാമ ലോകത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫാന്റസി പ്രണയകാവ്യമായ ഗോബ്ലിൻ എന്ന കൊറിയൻ ഡ്രാമയാണ് അടുത്തതായി പരിചയപ്പെടുന്നത്. ഈ കഥയിലെ നായകൻ കിൻഷിൻ പണ്ട് ജീവിച്ചിരുന്ന ഒരു വീരനായ പടയാളി. ക്രൂരമായി കൊല്ലപ്പെടേണ്ടി വന്ന ഇദ്ദേഹത്തിന് ദൈവം നൽകുന്ന ഒരു ശിക്ഷയാണ് ഗോബ്ലിൻ എന്ന പദവി. വർഷങ്ങളായി ഇമ്മോർട്ടലായി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് ഈ ശാപത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഗോബ്ലിന്റെ വധുവായ പെൺകുട്ടി വന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചിലെ ആ അദൃശ്യമായ വാൾ പുറത്തെടുക്കണം. നെഞ്ചിൽ തറച്ചിരിക്കുന്ന ആ മാന്ത്രിക വാൾ കാണാൻ സാധിക്കുന്ന ഒരേയൊരു പെൺകുട്ടിക്ക് മാത്രമേ കിംഷിനെ ഈ മരണമില്ലാത്ത ജീവിതത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയൂ. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ നായികയായ ജിൻ ഓൺ ടക്ക് എന്ന പാവം സ്കൂൾ പെൺകുട്ടി കിംഷിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ജനിച്ചപ്പോഴേ മരിക്കേണ്ടവളായിരുന്നിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ട് ആത്മാക്കളെ കാണാൻ കഴിയുന്ന ഒരു പെൺകുട്ടി. അവളാണ് ഗോബ്ലിന്റെ യഥാർത്ഥ വധു. ജിയോൺ ടക്ക് ആ വാൾ ഊരി മാറ്റിയാൽ കിംഷിന്റെ ശാപം തീരുമെങ്കിലും അതോടെ അയാൾ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷമാകുമെന്ന് അവർ മനസ്സിലാക്കുന്നതോടെ കഥ വളരെ ഇമോഷണൽ ആകുന്നു. മരിക്കാൻ ആഗ്രഹിച്ച ഗോബ്ലിൻ ജീവിക്കാൻ കൊതിക്കുകയാണ് തന്റെ പ്രണയിനിക്ക് വേണ്ടി. ഇവർക്കിടയിലേക്ക് കൂട്ടിനായി ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു ഗ്രിം റീപ്പറും സണ്ണി എന്നൊരു പെൺകുട്ടിയും കൂടി എത്തുന്നതോടെ കഥ ഫണ്ണും ഇമോഷണലുമായി മാറുന്നു. ഇത് വെറും ഒരു പ്രണയ കഥ മാത്രമല്ല, സൗഹൃദവും കോമഡിയും കണ്ണീരും എല്ലാം ഇതിനകത്തുണ്ട്. മറ്റൊരു കിടിലൻ റൊമാൻറ്റിക് കൊറിയൻ ഡ്രാമയാണ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെയറി കിം ബോക് ജോ. ഈ കഥ നടക്കുന്നത് ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിലാണ്. നമ്മുടെ നായിക കിം ബോക് ജോ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു വെയ്റ്റ് ലിഫ്റ്റിംഗ് താരമാണ്. സാധാരണ കൊറിയൻ ഡ്രാമ നായകന്മാരെ പോലെ അത്ര പാവത്താനൊന്നുമല്ല ബോക് ജോ. നല്ല തന്റേടിയായ, കൂട്ടുകാർക്ക് വേണ്ടി എന്തിനും മടിക്കാത്ത ഒരു പെൺകുട്ടി. മറുഭാഗത്ത് നമ്മുടെ നായകൻ ജുങ് ജോൺ ഹ്യൂ. ആളൊരു നീന്തൽ താരമാണ്. കാണാൻ നല്ല ഹാൻഡ്സ് ഒക്കെ ആണെങ്കിലും പുള്ളിക്കാരന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. മത്സരങ്ങളുടെ സ്റ്റാർട്ടിംഗ് ടൈമിൽ പുള്ളി ഭയങ്കരമായി പാനിക് ആകും. ഇവർ രണ്ടുപേരും ചെറുപ്പത്തിൽ ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷമാണ് ആ കോളേജിൽ വെച്ച് അവിചാരിതമായി വീണ്ടും അവർ തമ്മിൽ കണ്ടുമുട്ടിയത്. തുടക്കത്തിൽ എപ്പോഴും വഴക്കിടുന്ന ഇവർ എങ്ങനെ പ്രണയത്തിലാകുന്നു? ബോക് ജോവിന് തന്റെ സ്പോർട്സ് കരിയറിലും ജീവിതത്തിലും നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഈ സീരീസ് പറയുന്നത്. വെയ്റ്റ് ലിഫ്റ്റിംഗ് ടീമും റിതമിക് ജിംനാസ്റ്റിക്സ് ടീമും തമ്മിലുള്ള ഈഗോ വാറുകളും സൗഹൃദവും ഒക്കെ വളരെ കോമഡിയായി ഇതിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒട്ടും ബോറടിക്കില്ല എന്ന് മാത്രമല്ല, മനസ്സിന് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന സീരീസ് കൂടിയാണിത്. ഈ ഡ്രാമയുടെ ഏറ്റവും വലിയ ശക്തി നായകനും നായികയും തമ്മിലുള്ള അതിമനോഹരമായ ഒരു കെമിസ്ട്രിയാണ്. ഓരോ എപ്പിസോഡും നിങ്ങളെ ചിരിപ്പിക്കുകയും ചില നിമിഷങ്ങളിൽ കണ്ണു നിറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഡ്രാമ ഇന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവയിൽ ഒന്നായി തുടരുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് എന്റെ ലിസ്റ്റിലുള്ള ഏറ്റവും മനോഹരമായ റൊമാൻറ്റിക് കൊറിയൻ ഡ്രാമകൾ. ഇതിൽ നിങ്ങൾ ഇതിനകം കണ്ടിട്ടുള്ള ഡ്രാമകൾ ഏതൊക്കെയാണ്, നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണ് എന്ന് താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കണം. ഇനി ഞാൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയ ഏതെങ്കിലും നല്ല റൊമാൻറ്റിക് കൊറിയൻ ഡ്രാമകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൊറിയൻ ഡ്രാമാസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നത് വരെ ബൈ ബൈ.